ഞങ്ങൾ BJPയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം വികസിത കേരളം എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരം കിട്ടിയിട്ടില്ല കേരളത്തിൽ. ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വികസിത കേരളം അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചു. ബ്ലൂ പ്രിൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അന്ന് റെയിൽവേ മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പം 2 തവണ കണ്ടു. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 200ഓളം സ്പെഷ്യൽ ട്രെയിൻസ് ഓണാഘോഷത്തോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 8 കോച്ച് എന്നുള്ളത് 16 കോച്ചുകളായി വർദ്ധിപ്പിച്ചു. അതേപോലെ നമ്മുടെ മറ്റ് 24 കോച്ചുകൾ ഇല്ലാത്ത ദീർഘദൂര തീവണ്ടികൾക്ക് മുഴുവൻ അധികം കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇത് മാത്രമല്ല, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി അടുത്ത 3 വർഷം, ഇപ്പം 3300 കോടിയാണല്ലോ ഇപ്പം റെയിൽവേ വികസനത്തിന് വേണ്ടി കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത്. പക്ഷെ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ 10 മടങ്ങ് കോടികളാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി അനുവദിക്കാൻ പോകുന്നത്. തത്വത്തിൽ ഞങ്ങളുടെ ചർച്ചകൾ ഞങ്ങൾ പുതിയ തീവണ്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 3 വന്ദേ ഭാരത് തീവണ്ടികൾ ഓടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പകലോടുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി രാത്രി കാലത്തോടുന്ന സ്ലീപ്പർ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് അത് അനുവദിക്കും എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം റെയിൽവേ മന്ത്രിയെ കണ്ട സമയത്ത് തത്വത്തിൽ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിനുകൾ വരാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, മംഗലാപുരത്ത് നിന്ന് ഷൊർണൂരിലേക്ക് ഇപ്പോൾ 2 വരി പാത എന്നുള്ള 4 വരി പാതയാക്കാൻ പോകുന്നു. ഷൊർണൂർ ടു എറണാകുളം ഇപ്പം 2 വരിയാണുള്ളത്, അത് 3 വരി പാതയാക്കാൻ പോകുന്നു. ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും അപ് ടു കന്യാകുമാരി വരെ 3 വരി പാത അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടപ്പിലാകുന്ന സമയത്ത് നമുക്ക് നിലവിൽ അനുവദിച്ച 3300 കോടിയുടെ ഒരു 10 മടങ്ങിലധികം തുക റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ ലഭിക്കും.